പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. അധികാരത്തിലെത്തിയതോടുകൂടി പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണ്. മമതാ ബാനർജി ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുമുണ്ട്. കാരണം തൃണമൂൽ കോൺഗ്രസിൽ വിമതപക്ഷം ശക്തി ആർജിച്ചുകൊണ്ട് പല നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പൂർണ്ണമായ അധികാരം മമതാ ബാനർജിയിൽ നിന്നും വിമതപക്ഷം സ്വന്തമാക്കും എന്ന ചില വിലയിരുത്തലുകൾ പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് ഒരു വാർത്ത പുറത്തേക്ക് വരികയാണ്. അത് ഇങ്ങനെയാണ്: പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തി വിമത ചേരിയുണ്ടാക്കിയ ധൃതപ്രതാ ബാനർജിയുടെ ക്യാമ്പിൽ ആഭ്യന്തര കലഹവും വിള്ളലുകളും രൂപപ്പെടുന്നതായി മമതാ പക്ഷം അവകാശപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ബംഗാൾ നിയമസഭയിൽ നടന്ന ബില്ലുകളിന്മേലുള്ള വോട്ടെടുപ്പിൽ വിമതപക്ഷത്ത് അനൈക്യം പ്രകടമായതോടെയാണ് മമതാ പക്ഷം അവകാശവാദവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പല വിമത എം.എൽ.എമാരും ധൃതപ്രതാ ബാനർജിയെ കൈവിട്ട് മമതാ പക്ഷത്തേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് എന്നാണ് തൃണമൂൽ എം.എൽ.എ മമതയുടെ വിശ്വസ്തനുമായ കുനാൽ ഘോഷ് അവകാശപ്പെടുന്നത്. പോലീസ് പീഡനങ്ങളിൽ നിന്നും കേസിൽ നിന്നും രക്ഷപ്പെടാം എന്ന വാഗ്ദാനം നൽകിയാണ് പലരെയും ധൃതപ്രതാ ബാനർജി തനിക്കൊപ്പം കൂട്ടിയത് എന്നും, എന്നാൽ തൃണമൂലിന്റെ യഥാർത്ഥ രക്തമുള്ളവർക്ക് ഈ വഞ്ചന സഹിക്കാനാകില്ല എന്നുമാണ് കുനാൽ ഘോഷ് പറയുന്നത്. നിയമസഭയിൽ താൻ ധൃതപ്രതയ്ക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ സ്വന്തം ക്യാമ്പിലെ ഒരു എം.എൽ.എ പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ എഴുന്നേറ്റ് നിന്നില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ പ്രതിപക്ഷ നേതാവ് ധൃതപ്രതാ ബാനർജി മമതാ പക്ഷത്തിൻ്റെത് കേവലം മനഃശാസ്ത്രപരമായ യുദ്ധം മാത്രമാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തത്. തോൽവി സമ്മതിച്ചവരുടെ വിലാപമാണ് ഇത്. തങ്ങൾ വാതിൽ പൂർണ്ണമായി തുറക്കാത്തത് കൊണ്ടാണ് കാളിഘട്ടിലെ പാർട്ടിക്കൊപ്പം ഏതാനും പേരെങ്കിലും അവശേഷിക്കുന്നത് എന്നാണ് വിമത വിഭാഗത്തിന്റെ ചീഫ് വിപ്പ് പറഞ്ഞത്. അതിനിടെ പ്രതിപക്ഷം നിയമസഭയ്ക്കുള്ളിൽ പോലും പരസ്പരം പോരടിക്കുകയാണ് എന്നും തൃണമൂൽ പൂർണ്ണമായി തകർന്നു എന്നുമാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള ബി.ജെ.പിയുടെ സുവേന്ദു അധികാരി പരിഹസിച്ചത്. എന്തായാലും മമതാ പക്ഷത്തിന് ഒരു ആത്മവിശ്വാസം കൈവന്നിരിക്കുകയാണ്. ധൃതപ്രതാ ബാനർജിയുമായി കൂടുതൽ കാലം ഈ വിമത എം.എൽ.എമാർക്ക് തുടർന്നു പോകാൻ കഴിയില്ല എന്നൊരു ആത്മവിശ്വാസമാണ്. അങ്ങനെയെങ്കിൽ അവർ മമതാ ക്യാമ്പിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന വിശ്വാസത്തിൽ ഇരിക്കുകയാണ് ഇപ്പോൾ മമതാ പക്ഷത്തിലെ എം.എൽ.എമാർ.